1996, 97 കാലഘട്ടം. അന്ന് ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാന ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് നിരന്തരം സഞ്ചരിക്കുന്നൊരു കാലമാണ്. പലയിടത്തായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തര സഞ്ചാരത്തിൻ്റെ കാലഘട്ടം. ആ റിസർച്ച് വർക്കാണ് അതിൻ്റെ ഒരു ബേസിക് റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള സഞ്ചാരം. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ താമസിക്കേണ്ടി വന്നത് തൃശ്ശൂരാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എക്സ്പ്രസ് പത്രം ഒരു കാലത്ത്, അതായത് തിരുക്കൊച്ചി സംയോജനം മുതൽ ഉള്ള ഒരു കാലഘട്ടം, ദീർഘമായ കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖപത്രം പോലെ പ്രവർത്തിച്ച പത്രമാണ് തൃശ്ശൂരിലെ മലയാളം എക്സ്പ്രസ് പത്രം. അപ്പോൾ എക്സ്പ്രസ് പത്രം അന്ന് ജനതാ പാർട്ടി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി വിലയ്ക്ക് വാങ്ങി അത് ഒരു ചെറുകിട പത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് റിസർച്ചിന് പ്രത്യേകിച്ച് ഗുണവും ആവശ്യമൊന്നുമില്ല. പക്ഷേ അവിടെ പഴയ എഡിഷൻസ്, പത്രത്തിൻ്റെ പഴയ എഡിഷൻസ് ബൈൻഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും എനിക്കത് നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് നോക്കാതെ, അല്ലെങ്കിൽ ആ എക്സ്പ്രസ് പത്രം നോക്കാതെ എൻ്റെ ഒരു റിസർച്ച് പൂർത്തിയാകാതെ വരുന്നൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെ അവിടെ തൃശ്ശൂർ രാമനിലയത്തിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഏതാണ്ടൊരു 1.5 കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ എക്സ്പ്രസ് പത്രം. രാവിലെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഇവിടെ വന്ന് ബാക്ക് ഇഷ്യൂസ് നോക്കുക, തിരിച്ച് അവർ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, ഒരു ശ്രീകുമാർ, അയാൾ പോകുന്ന മുറയ്ക്ക് വൈൻഡപ്പ് ചെയ്ത് മടങ്ങുക. ഇതാണ് ഒരു രീതി. ഞാൻ പറഞ്ഞു വന്നത് ഈ റിസർച്ചിൻ്റെ കാര്യമല്ല. അന്ന് ഈ എക്സ്പ്രസ് പത്രം ഓഫീസിൻ്റെ ബിൽഡിങ്ങിൽ എനിക്ക് തോന്നുന്ന ഒരു ക്യാൻറ്റീന് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ രാവിലെ കപ്പ് കുടിക്കാൻ ചെല്ലുകയാണെങ്കിൽ അങ്ങറ്റം ഇങ്ങറ്റം നിരന്നിരുന്ന് ഊണ് കഴിക്കുന്ന ആൾക്കാരെ കണ്ടിരുന്നു. രാവിലെയാണ്, ഒരു 9 മണിക്കൊക്കെ ഉള്ളിലുള്ള സമയം, 9-നും 10-നും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പം എനിക്കന്ന് അതൊരു കൗതുകമായിരുന്നു. കാരണം ആ കാലത്ത് ഇവിടെ തിരുവനന്തപുരത്ത് ഒരിടത്തും രാവിലെ ഊണ് കിട്ടില്ല. രാവിലെ ഊണ് കഴിക്കുന്ന ആൾക്കാരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഈ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ, ഈ ക്യാൻറ്റീനിൽ അന്ന് രാവിലെ ഒരു വേള അവിടെ പലയിടത്തും ഉണ്ടായിരുന്നിരിക്കണം, രാവിലെ ആൾക്കാർ നിരന്നിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതിനെ പകലൂണെന്നാണ് പറഞ്ഞത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പുട്ടും ഇഡലിയും ചട്നിയും ഒക്കെ കഴിച്ച് തുടങ്ങുന്ന ഒരു കാലം വളരെ റീസെൻ്റാണ്. എനിക്ക് തോന്നുന്നു അതൊരു 1950-കൾക്ക് ശേഷമായിരിക്കണം. അതുവരെയും നമ്മുടെ ആൾക്കാർ രാവിലെ കഴിച്ചിരുന്നത് പകലൂണ് എന്ന പേരിൽ ഊണ് തന്നെയായിരുന്നു. വിഭവസമൃദ്ധമായ പരിപ്പും, വിഭവസമൃദ്ധം എന്ന് പറയുമ്പോൾ പരിപ്പ്, നെയ്യ് അത് നിർബന്ധമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഒഴിക്കാനോ തൊടാനോ ഒക്കെയുള്ള 1-2 കറികൾ. ഇങ്ങനെ സുഭിക്ഷമായി ചോറ് കഴിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പകലൂണ്, രാവിലത്തെ ഊണ്, അതായത് സമ്പന്ന ഗ്രഹങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും 3 നേരവും ഊണ് കഴിക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെയാണ് പകലൂണ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു 2000-ൻ്റെ ആരംഭം വരെയും നിലനിന്നിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികവും അന്നൊക്കെ അവിടെ കണ്ടതിലധികവും തൊഴിലാളികളാണ്. ഒരു വൈറ്റാലിറ്റി, വളരെ ഒരു ഊർജ്ജസ്വലമായിട്ട് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമായിരുന്നിരിക്കണം അങ്ങനെയുള്ളൊരു ഭക്ഷണശീലം എന്ന് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി. ഓർക്കുക, പകലൂണ് നമ്മുടെ ആൾക്കാർ ഇഡലിയും ദോശയും കഴിച്ച് തുടങ്ങുന്ന കാലം വളരെ റീസെൻ്റാണ്. അതിനു മുമ്പുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് സുഭിക്ഷമായ ചോറും പരിപ്പും നെയ്യും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഊണ്.